ആരും അറിയില്ലെന്ന് കരുതിയോടാ. നന്ദിയില്ലാത്ത ഇവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമറാ. വിഷം. ഇയാള് സാമ്പാറിൽ വിഷം ചേർക്കാൻ നോക്കിയതാ. നേരാണോ ഭാസ്കരേട്ടാ? നിങ്ങൾ സാമ്പാറിൽ വിഷം ചേർക്കാൻ നോക്കിയോ? ചോദിച്ചത് കേട്ടില്ലേ? ഭാസ്കരേട്ടൻ വിഷം ചേർക്കാൻ നോക്കിയോ? യോൻ പറയില്ല. ഇത് കരുതി കൂട്ടിയുള്ള പ്ലാനാ. വിഷം ചേർക്കാനുള്ള എല്ലാ പ്ലാനും ഇയാൾ ഇന്നലെ ബാറിൽ വെച്ച് പറഞ്ഞതേ എന്റെ സുഹൃത്ത് വിഷ്ണുവിനോടാ. എനിക്ക് നിങ്ങളുടെ ഈ ഹോട്ടലുമായിട്ട് അടുപ്പമുണ്ടെന്ന് വൈകി അവൻ അറിഞ്ഞത്. ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഊണ് കഴിക്കാറുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൻ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തി. അമൃതമാറ് ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. തെറ്റ് പറ്റിപ്പോയി. മക്കളും കുടുംബം ഉള്ളതാ സാർ. എന്നെ ഇനി ഉപദ്രവിക്കല്ലേ. എന്തിനാ ഇത് നിങ്ങൾ ഞങ്ങളോട് ചെയ്തേ? ഊണ് കഴിക്കാൻ വന്നവരെ മുഴുവൻ കൊല്ലാനോ? പഞ്ചരത്നം പൂട്ടിക്കാനും നിങ്ങളെയൊക്കെ ജയിലിലാക്കാനും. ഇത്രയും കാലം കൂടെ നിന്നിട്ട് എന്തിനാ നിങ്ങൾ ഈ ചതി ഞങ്ങളോട് ചെയ്തേ? കാശ് മോഹിച്ച് ചെയ്തു പോയതാ. ആര് പറഞ്ഞിട്ട്? ഞങ്ങളെ ചതിച്ച പണം തരാന്ന് ആരാ തന്നോട് പറഞ്ഞത്? പറടാ, ആരാ ഇതിന്റെ പിന്നില്? കുറച്ച് കാശ് അഡ്വാൻസ് ആയി തന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചത് ഇവരുടെ രണ്ടാനമ്മ കലാവതിയും അനിയൻ മഹേന്ദ്രനുമാണ്. കലാവതിയും മഹേന്ദ്രനോ? അതെ, വിഷം വാങ്ങി തന്നതും അവരാ. അവര് പറഞ്ഞെന്ന് വെച്ച് കുറച്ച് കാശിന് വേണ്ടി ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയല്ലോ ഭാസ്കരേട്ടാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല അമൃത. ഞാൻ പോലീസിനെ വിളിക്കാം. അയ്യോ, വിളിക്കല്ലേ സാർ. ഞാൻ എല്ലാരെയും കാല് പിടിക്കാം. എന്നെ പോലീസിലേപ്പിക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. നാട്ടുകാരുടെ മുഴുവൻ ജീവൻ വെച്ചിട്ടുള്ള കളിയാ നീ നിന്നെ ഏൽപ്പിച്ചു വിട്ടവരും കൂടെ കളിച്ചത്. നീ അകത്ത് പോണം. പോലീസിനെ വിളിക്കല്ലേ സാറേ. അവരൊക്കെ പിടിപാടുള്ളവരാ. അവരൊക്കെ രക്ഷപ്പെടും. അവസാനം ഞാൻ മാത്രം ജയിലിലാവും. എന്റെ കുഞ്ഞു മക്കളെ ഓർത്തെങ്കിലും എന്നോട് ക്ഷമിക്കണം അമൃതമോളെ.